السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن
تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മതമായ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിൽ വിശ്വാസ കാര്യങ്ങളും അനുഷ്ഠാന കാര്യങ്ങളും ഏതൊരു പ്രാധാന്യത്തോടുകൂടി വിശദീകരിക്കപ്പെട്ടുവോ അവയെക്കുറിച്ച് നാം ബോധവാന്മാരാണ്. അതുപോലെ തന്നെ ഇസ്ലാമിലെ വളരെയേറെ ശ്രദ്ധിക്കുവാൻ വേണ്ടി മുസ്ലിമീങ്ങളോട്, വിശ്വാസികളോട് അല്ലാഹു നിർദ്ദേശിച്ച മേഖലയാണ് സ്വഭാവ രംഗത്തുള്ള ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ. അതിൽപ്പെട്ട മഹനീയമായ ഒരു ഗുണമാണ്, വിശ്വാസത്തിന്റെ ഒരു ശാഖയാണത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തപ്പെട്ട ലജ്ജ എന്ന് പറയുന്ന ഗുണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ വിശ്വാസത്തിൽ നിന്നുള്ള ഒരു ശാഖയാകുന്നു എന്ന്. ഒരു മനുഷ്യനെ ജന്തുജാലങ്ങളിൽ നിന്ന്, മറ്റുള്ള ജന്തുക്കളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം കൂടിയാണ് ലജ്ജ, അല്ലെങ്കിൽ നാണം, മാനം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള ആ സ്വഭാവം. മൃഗങ്ങളിൽ നമുക്ക് ആ ഒരു സ്വഭാവം കാണാൻ സാധ്യമല്ല. ജന്തുലോകത്ത് മനുഷ്യരിലാണ് ആ ഗുണമുള്ളത്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ലജ്ജയും ഇത്തിരി നാണവുമൊക്കെ ഉണ്ടാവുക എന്നത് മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു ഗുണമാണ്. മനുഷ്യ സഹജമായ ആ ഗുണത്തെ പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ് അല്ലാഹുവിന്റെ മതമായ ഇസ്ലാം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ലജ്ജയുള്ള വ്യക്തിയായിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസദ്ദ ഹയാഅൻ മിനൽ അദറാഇ ഫീ ഖദരിഹാ. അന്തഃപുരങ്ങളിൽ ഇരിക്കുന്ന കന്യകമാരേക്കാൾ നാണമുള്ള, ലജ്ജയുള്ള വ്യക്തിത്വമായിരുന്നു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേത് എന്ന് സഹാബിമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മനുഷ്യരിൽ കാണുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ഗുണം കൊണ്ടാണ് ഒരുപാട് തോന്നിയാസങ്ങളിൽ നിന്ന്, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറിയിരിക്കുന്നത്. മാതാപിതാക്കളുടെ മുന്നിൽ ലജ്ജ കാണിക്കുന്നു മക്കൾ. അതുപോലെ തന്നെ കൂട്ടുകാർക്കിടയിലും, അയൽക്കാർക്കിടയിലും, നാട്ടുകാർക്കിടയിലും, പരിചയക്കാർക്കിടയിലുമൊക്കെ മനുഷ്യൻ ലജ്ജിക്കാറുണ്ട്. പൊതുവെ മതബോധമില്ലാത്ത ആളുകളിലും കാണുന്ന ഒരു വികാരമാണ് ലജ്ജ. അല്ലാഹുവില്ല എന്ന് പറയുന്ന കക്ഷികൾ, മതം വേണ്ടെന്ന് പറയുന്ന കക്ഷികളിലും ഇടയിലൊക്കെ നാണവും ലജ്ജയുമൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇസ്ലാമികമായി ഇസ്ലാമത് ഈമാനിന്റെ ഒരു ഭാഗമായാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു കാര്യം അത് ആളുകൾ അറിയില്ലേ, അല്ലെങ്കിൽ ആ ആളെ മുന്നിലെടുത്ത് ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ള ലജ്ജക്കപ്പുറം യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ഭാഗമായി വരുന്ന ലജ്ജ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള അറിവിൽ നിന്നും അവനെ സംബന്ധിച്ചുള്ള ബോധത്തിൽ നിന്നും ഉടലെടുക്കുന്ന ലജ്ജയാണ്. അതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ലജ്ജ. ഏതൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും അത് ജനങ്ങൾ കാണുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നു എന്നത് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ആര് കാണുന്നില്ല
അള്ളാഹു കാണുന്നു എന്നതാണ് ലജ്ജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാത. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വളരെ കൃത്യമായി വിശദീകരിച്ചിരുന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല